നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന താരപ്രചാരകനായി മാറുകയാണ് ഛത്തീസ്ഗഡിന്റെ ചുമതലയുള്ള മുൻ രാജസ്ഥാൻ PCC പ്രസിഡന്റും ഉപമുഖ്യമന്ത്രിയുമായ സച്ചിൻ പൈലറ്റ്. ഇതിനോടകം തന്നെ 100-ലധികം തെരഞ്ഞെടുപ്പ് റാലികളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലെ മറ്റു സ്ഥാനാർത്ഥികൾക്കായും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ സച്ചിൻ പൈലറ്റ് വിശ്രമമില്ലാതെ ഹരിയാന, പഞ്ചാബ്, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ക്യാമ്പുകൾക്ക് ആവേശമുയർത്തിക്കൊണ്ട് നിരവധി തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഹരിയാനയിലും പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് സച്ചിൻ പൈലറ്റ് പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള സച്ചിൻ പൈലറ്റിന്റെ സാന്നിധ്യം ഈ സംസ്ഥാനങ്ങൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധരും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും വിലയിരുത്തുന്നത്. സച്ചിൻ പൈലറ്റിന്റെ സംഘടനാ പാഠവും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് റാലികളിലെ അദ്ദേഹത്തിന്റെ അഭിസംബോധനകൾ കേൾക്കുവാൻ വേണ്ടി നിരവധി യുവാക്കളാണ് എല്ലാ ദിവസവും റാലികളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ സച്ചിൻ പൈലറ്റ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത നേതാവായി മാറുകയാണ്. രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ സച്ചിൻ പൈലറ്റ് രാജ്യത്തുടനാകെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. സച്ചിൻ പൈലറ്റ് ഛത്തീസ്ഗഡിന്റെ ചുമതലയായ AICC ജനറൽ സെക്രട്ടറിയായി നിയമിതനായതിനു ശേഷം ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഉണർവും ആവേശവുമാണ് ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമാണ് സച്ചിൻ പൈലറ്റ് ആവിഷ്കരിച്ചത്. ഇത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞുവെന്നും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് വലിയ രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞു.